പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. എല്ലാ പ്രിയ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൻ്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ സന്ദേശത്തിൻ്റെ വിഷയം ദൈവകൽപ്പനയുടെ ലംഘനവും സംഹാരദൂതനും എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് മോശയുടെ ഭാര്യയായ സിപ്പോറയുടെ ജീവിതകഥയിലൂടെ ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 2, 4, 18 തുടങ്ങിയ അധ്യായങ്ങളിൽ ബൈബിൾ സിപ്പോറയെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സിപ്പോറ എന്ന പേരിന്റെ അർത്ഥം പക്ഷി എന്നാണ്. പുറപ്പാട് പുസ്തകം 4 24 മുതൽ 26 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് നാം സാധാരണയായി ചിന്തിക്കാറുണ്ട്. യഹോവയാം ദൈവം പറഞ്ഞത് അനുസരിച്ച് മിദ്യാനിൽ നിന്നും മിസ്രൈമിലേക്ക് യാത്ര തിരിച്ച മോശയെ എന്തുകൊണ്ട് ദൈവം വഴിയിൽ വച്ച് കൊല്ലുവാൻ ഭാവിച്ചു? രണ്ടാമതായി, സിപ്പോറ എന്തുകൊണ്ടാണ് ആ സമയത്ത് തന്നെ വളരെ വേഗം പരിച്ഛേദന എന്ന ദൈവകൽപ്പന ആചരിച്ചത്? മൂന്നാമതായി, അവൾ എന്തുകൊണ്ട് മോശെ തന്റെ രക്തമണവാളൻ എന്ന് പറഞ്ഞു? പുറപ്പാട് പുസ്തകം 2:14 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ മിദ്യാനിലെ ഒരു കിണറിനരികിൽ നിന്നാണ് സിപ്പോറയുടെ കഥ ആരംഭിക്കുന്നത്. ഇസ്രായേലിനെ ഉപദ്രവിച്ച ഒരു മിസ്രൈമ്യനെ മോശ കൊന്നുകളഞ്ഞതിനാൽ മിസ്രൈം രാജാവ് മോശയെ കൊല്ലുവാൻ ഉത്തരവ് നൽകി. ആയതിനാൽ പ്രാണരക്ഷയ്ക്കായി മിസ്രൈം വിട്ടു ഓടിപ്പോയ മോശ മിദ്യാനിൽ എത്തി ഒരു കിണറിനരികിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് മിദ്യാനിലെ പുരോഹിതനായ റൂവേലിന്റെ 7 പുത്രിമാർ അവരുടെ അപ്പന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാനായി അവിടെ എത്തിയത്. എന്നാൽ അപ്പോൾ ചില ഇടയന്മാർ അവരെ വെള്ളം നിറയ്ക്കുവാൻ അനുവദിക്കാതിരുന്നു. അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. അതിനാൽ പെൺകുട്ടികൾ അവരുടെ അപ്പനോട് ആ മിസ്രൈം പുരുഷനെ കുറിച്ച് പറഞ്ഞു. തുടർന്ന് റൂവേൽ മോശയെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തു. മോശ അവനോടൊപ്പം താമസിക്കുവാൻ സമ്മതിച്ചു. അങ്ങനെ പിന്നത്തേതിൽ തന്റെ മകളായ സിപ്പോറയെ അദ്ദേഹം മോശയ്ക്ക് വിവാഹം കഴിച്ചു നൽകുകയായിരുന്നു. അവർക്ക് 2 പുത്രന്മാർ ജനിച്ചു. ഞാൻ അന്യദേശത്തിൽ പരദേശിയാണ് എന്നു പറഞ്ഞു മോശ തന്റെ മൂത്ത മകന് ഗർഷോം എന്ന പേര് നൽകി. രണ്ടാമത്തെ മകന് എലിയേസർ എന്ന പേര് വിളിച്ചു. ഇത്രോവിൽ നിന്നും സിപ്പോറയിൽ നിന്നും മോശ അവരുടെയും ഒപ്പം ഇസ്രായേലിന്റെയും ദൈവമായ യഹോവയെ കുറിച്ച് കൂടുതലായി അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറപ്പാട് പുസ്തകം 4:22 ദൈവമായ കർത്താവ് മോശയ്ക്ക് പ്രത്യക്ഷനാവുകയും തന്റെ ജനമായ ഇസ്രായേലിനെ ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും വിടുവിക്കുന്നതിനായി നിന്നെ തിരഞ്ഞെടുത്ത് അയക്കുന്നുവെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ആയതിനാൽ മോശ തന്റെ ഭാര്യ സിപ്പോറയും പുത്രന്മാരുമായി മിസ്രൈമിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ വഴിയിൽ സത്രത്തിൽ വച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു അവന്റെ കാൽക്കൽ ഇട്ടു. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ സംഹാരദൂതൻ മോശയെ വിട്ടൊഴിഞ്ഞു. ആ സമയത്താകുന്നു അവൾ പരിച്ഛേദന നിമിത്തം രക്തമണവാളൻ എന്ന് പറഞ്ഞത്. ഒന്നാമതായി, എന്തുകൊണ്ട് ദൈവം മോശയെ കൊല്ലുവാൻ ഭാവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ കാരണം ദൈവകൽപ്പനയുടെ ലംഘനം ആണ് എന്ന് ബൈബിളിലെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. 1 ദിനവൃത്താന്തങ്ങൾ 21:16, 26 എന്നീ വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 15:5 ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദത്വത്തിന് വിപരീതമായി ഇസ്രായേലിലെ രാജാവായ ദാവീദ് ഇസ്രായേൽ ജനത്തെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആരംഭിച്ചു. ആയതിനാൽ ദൈവത്തിന്റെ കോപം ഇസ്രായേലിന്മേൽ വന്നു. സംഹാരദൂതൻ ജനത്തെ സംഹരിച്ചു. ദാവീദ് തലപൊക്കി നോക്കിയപ്പോൾ യഹോവയുടെ ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി യെരൂശലേമിന്റെ മേൽ നിൽക്കുന്നത് കണ്ടു. ഉടനെ തന്നെ ദാവീദും മൂപ്പന്മാരും രട്ടുടുത്ത് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണു. പിന്നീട് ദാവീദ് അവിടെ ഒരു യാഗപീഠം പണിത് ദൈവത്തിന് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ആകാശത്തു നിന്നും തീയിറക്കി ഉത്തരമരുളി. അപ്പോൾ സംഹാരദൂതൻ തന്റെ വാൾ പിൻവലിച്ചു. അന്ന് ദാവീദ് രാജാവും യെരൂശലേമ്യരും ആ യാഗമൃഗങ്ങളുടെ രക്തം മുഖാന്തരം ദൈവകോപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്രകാരം സംഹാരദൂതന്റെ ഇടപെടൽ 1 രാജാക്കന്മാർ 13:24 ദൈവകൽപ്പന ലംഘിച്ച ദൈവപുരുഷൻ ഒരു സിംഹത്താൽ കൊല്ലപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 22:22, 23 എന്നീ വചനങ്ങളിൽ യഹോവയുടെ ദൂതൻ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. ധനമോഹിയായി ദൈവകൽപ്പന ഗൂഢമായി ലംഘിച്ച ബിലയാമിനെ കൊല്ലുവാൻ ഭാവിക്കുന്നു.
എന്നാൽ കഴുത ദൂതനെ കണ്ട് വഴിമാറിയതിനാൽ അന്ന് അവൻ രക്ഷപ്പെടുന്നു. എന്നാൽ പിന്നീട് യോശുവയുടെ പുസ്തകം 13:22 പ്രകാരം ബിലയാം ഇസ്രായേൽ മക്കളാൽ തന്നെ കൊല്ലപ്പെടുന്നു. ഇപ്രകാരം ഈ സംഭവങ്ങൾ ദൈവകൽപ്പന അനുസരിക്കേണ്ടതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ആമേൻ. എന്നാൽ ഇവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 17 അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ ദൈവം അബ്രഹാമിന് പരിച്ഛേദന എന്ന കൽപ്പന നൽകുന്നു. ദൈവവും അബ്രഹാമും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമായിരുന്നു പരിച്ഛേദന. ഇത് സ്വീകരിക്കാതിരിക്കുന്നവരെ ജനത്തിൽ നിന്നും ഛേദിച്ചു കളയണം. അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന് കൽപ്പിച്ചിരുന്നു. ഒരു ഇസ്രായേല്യനായ മോശ തന്റെ കുടുംബത്തിൽ ഈ കൽപ്പന പാലിച്ചിരുന്നില്ല. ഭാവി തലമുറയ്ക്കായി ദൈവം തന്റെ നിയമങ്ങളും കൽപ്പനകളും മോശയിലൂടെ നൽകുവാൻ ഉദ്ദേശിച്ചിരുന്നതിനാൽ ഈ ആജ്ഞ ലംഘിച്ചതിനെ തുടർന്ന് ദൈവം മോശയെ കൊല്ലുവാൻ തീരുമാനിച്ചതായി മനസ്സിലാക്കാം. നേതൃത്വത്തിനു മുൻപ് അനുസരണം. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ആദ്യം തന്റെ വീട്ടിൽ നിയമം പാലിക്കണം എന്നും ദൈവത്തിന്റെ സേവനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അനുസരണം നിർബന്ധം ആണ് എന്നും ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നു. രണ്ടാമതായി, എന്തുകൊണ്ട് സിപ്പോറ ആ സമയത്ത് തന്നെ പരിച്ഛേദന എന്ന ദൈവകൽപ്പന ആചരിച്ചു എന്ന് ചിന്തിക്കാം. ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയും മിദ്യാന്യ കുടുംബത്തിൽ നിന്നുള്ള സിപ്പോറയും അവരുടെ സംസ്കാരപരമായ സ്വാധീനമാണ് പരിച്ഛേദന വൈകാൻ കാരണമായതെന്ന് കരുതപ്പെടുന്നു. ദൈവം അബ്രഹാമിന് നൽകിയ ആജ്ഞയിൽ അവളുടെ വംശം ഉൾപ്പെട്ടിരുന്നില്ല. ആയതിനാൽ ഇസ്രായേല്യരുടെ ഈ മതാചാരത്തെ അവരത്ര ഗംഭീരമായി എടുത്തിരുന്നില്ല എന്ന് കരുതാം. എന്നാൽ അത് ദൈവകൽപ്പനയുടെ അവഗണനയായിരുന്നു. മോശ അബ്രഹാമിന്റെ വംശജനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ പുത്രന്മാരും ആ വംശത്തിൽ തന്നെ എണ്ണപ്പെടും. ആയതിനാൽ സിപ്പോറ ഈ പ്രശ്നം ദൈവകൽപ്പനയോടുള്ള അനുസരണക്കേട് ആണ് എന്ന് നിമിഷ നേരം കൊണ്ട് തിരിച്ചറിയുകയും ദ്രുതഗതിയിൽ അവൾ തന്റെ മകനെ പരിച്ഛേദനം ചെയ്യുകയും ചെയ്തു. രക്തം ചൊരിഞ്ഞപ്പോൾ അതേ നിമിഷം തന്നെ മോശ സംഹാരദൂതന്റെ വാളിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവിടെ ദൈവമായ യഹോവയുടെ കൽപ്പന പെട്ടെന്ന് ഓർക്കുകയും അനുസരിക്കുകയും ചെയ്തതിലൂടെ മോശയുടെ ജീവനെ രക്ഷിക്കുവാൻ സിപ്പോറയ്ക്ക് കഴിഞ്ഞു. സിപ്പോറയുടെ ജീവിതത്തിലെ അത്യന്തം പ്രതിസന്ധി നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ഒരു പുരോഹിതന്റെ മകളായിരുന്നതിനാൽ അവൾക്ക് ദൈവ സാന്നിധ്യത്തെയും സംഹാരദൂതനെയും തിരിച്ചറിയുവാനുള്ള ദൈവിക ജ്ഞാനം ഉണ്ടായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ആമേൻ. ഇപ്രകാരം പുറപ്പാട് പുസ്തകം 12:13 ഇസ്രായേൽ മക്കൾ പാർത്തിരുന്ന വീടുകളുടെ മേൽ കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. മിസ്രൈം ദേശത്തെ ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല എന്ന് യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു. ഈ വചനം പിന്നത്തേതിൽ യാഥാർത്ഥ്യമായി തീർന്നു. കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരുന്ന വീടുകളിൽ സംഹാരദൂതനാൽ ജീവഹാനി വന്നിരുന്നില്ല. അമേൻ. മൂന്നാമതായി, സിപ്പോറ എന്തുകൊണ്ട് മോശയെ തന്റെ രക്തമണവാളൻ എന്ന് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കാം. ചില പണ്ഡിതന്മാർ കരുതുന്നത് സിപ്പോറ മിദ്യാന്യ സ്ത്രീ ആയിരുന്നതിനാൽ ഈ രീതിയോട് പൂർണ്ണമായി യോജിച്ചിരുന്നില്ല എന്നതാണ്. വേദനയോടും ഉള്ളിലെ കോപത്തോടെയും അവൾ പറഞ്ഞിരിക്കാം. കാരണം അവൾക്ക് അവളുടെ മകനെ പരിച്ഛേദന ചെയ്യേണ്ടി വന്നു. ഈ വാക്ക് സിപ്പോറ മോശയോടാണ് പറഞ്ഞത്. കാരണം പ്രതിസന്ധി മോശയുടെ മേലായിരുന്നു. നിന്റെ നിയമത്തിന്റെ കാരണത്താൽ എനിക്ക് ഈ രക്തം ചൊരിയേണ്ടി വന്നു. അതായത് ഈ വേദന നിന്റെ വിളിയുടെയും നിന്റെ ദൈവത്തിന്റെയും കാരണത്താൽ വന്നു. ആയതിനാൽ അവൾ പറഞ്ഞു, നീ എനിക്ക് രക്തമണവാളൻ. ഞങ്ങളുടെ വിവാഹവും കുടുംബവും ഈ നിയമത്തിന്റെ രക്തത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന പ്രഖ്യാപനം ആണ് രക്തമണവാളൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം സിപ്പോറയെ ഈ ചരിത്രത്തിൽ പിന്നീട് സജീവമായി കാണുന്നില്ല. ഒരുപക്ഷെ അപ്പോൾ തന്നെ അവൾ തന്റെ പുത്രന്മാരുമായി തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കാം എന്നും കരുതുന്നു. പിന്നത്തേതിൽ മോശ ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് മരുഭൂമിയിൽ കൂടാരമടിച്ച് താമസിച്ചിരുന്ന നാളുകളിൽ മിദ്യാനിലെ പുരോഹിതനായ യിത്രോ അവരെ മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശ യിത്രോയെ വളരെ ആദരവോടെ വരവേറ്റു. എന്നാൽ പിന്നെ ആ ഭാഗത്ത് സിപ്പോറയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പറയുന്നില്ല. അതിനാൽ അവൾ വീണ്ടും പിതാവിനൊപ്പം മടങ്ങിയിരിക്കാം എന്ന് കരുതപ്പെടുന്നു. ഇസ്രായേലിന്റെ മഹാനായ നേതാവും പ്രവാചകനും ന്യായാധിപനും പുരോഹിതനുമായ മോശ ദൈവം തിരഞ്ഞെടുത്ത ദാസൻ എന്നിരുന്നാലും സിപ്പോറയുടെ ഇടപെടൽ ഇല്ലാതിരുന്നുവെങ്കിൽ മോശയുടെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. മറ്റൊരു ജാതിയിൽ നിന്ന് വന്ന് ദൈവജനത്തോടൊപ്പം ചേർന്ന ഈ സ്ത്രീ
ഇസ്രായേലിന്റെ മഹാൻ നേതാവായ മോശയുടെ ജീവൻ രക്ഷിച്ചതിലൂടെ അടിമത്തത്തിലായിരുന്ന ജനങ്ങളുടെ വിടുതലിൽ പങ്കാളിയായി തീർന്നു. സാധാരണ സ്ത്രീകൾ ഭയന്ന് ബോധം നഷ്ടപ്പെടുകയോ നിലവിളിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പുരോഹിതന്റെ ജ്ഞാനമുള്ള മകളായി അവൾ ദൈവത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിന്നു. എല്ലായ്പ്പോഴും തന്റെ ഭർത്താവ് ഒപ്പം ഇല്ലാതിരുന്നിട്ടും അവൾ തന്റെ മക്കളെ വിശ്വാസത്തിൽ വളർത്തി. പിന്നത്തേതിൽ 1 ദിനവൃത്താന്തം 23:14 പ്രകാരം മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽ എണ്ണപ്പെട്ടു. 1 ദിനവൃത്താന്തം 26:24 മോശയുടെ മകനായ ഗർഷമിന്റെ മകൻ ഷെബുവേൽ ദാവീദ് രാജാവിന്റെ കാലത്ത് ഭണ്ഡാരങ്ങളുടെ മേൽനോട്ടക്കാരനായിരുന്നു. ഇപ്രകാരം തന്റെ ഭൂമികയ്ക്ക് അനുസരിച്ചുള്ള ഉത്തരവാദിത്വം വിജയകരമായി സിപ്പോറ പൂർത്തീകരിച്ചിരിക്കുന്നു. ആമേൻ. ഒന്നാമതായി, ദൈവം തിരഞ്ഞെടുത്ത തന്റെ ജനത്തിന് ദൈവവുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദന ചെയ്യുവാൻ കൽപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ആവർത്തന പുസ്തകം 10:16, ഇരമ്യ പ്രവചനം 4:4 എന്നീ വചനങ്ങളിൽ ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദനം ചെയ്യുവിൻ, ഇനി ദുഷ്ടാഠ്യമുള്ളവരാകരുത് എന്ന് പറയുന്നു. അതായത് ശരീരത്തിലെ പരിച്ഛേദന മാത്രമല്ല, ഹൃദയത്തിന്റെ അനുസരണവും വിനയവും ദൈവം ആവശ്യപ്പെടുന്നു എന്നതാണ്. അപ്രകാരം പുതിയ നിയമം റോമർക്കെഴുതിയ ലേഖനം 2:29 ക്രിസ്തേശുവിലൂടെ ആത്മാവിലുള്ള ഹൃദയപരിച്ഛേദന അത്രേ പരിച്ഛേദന എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ആയതിനാൽ ഇന്ന് ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളിലൂടെ അല്ല, മറിച്ച് ഹൃദയ പരിവർത്തനത്തെയാണ് യേശു കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാണ്. രണ്ടാമതായി, എബ്രായർക്ക് എഴുതിയ ലേഖനം 9:22 പറയുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതിൻ പ്രകാരം പഴയ നിയമത്തിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നു. സ്വന്തം രക്തത്താൽ സംഹാരദൂതനിൽ നിന്നുള്ള വിടുതൽ സാധ്യമാക്കി നമുക്ക് നിത്യരക്ഷയും വിടുതലും സൗജന്യമായി നൽകിയിരിക്കുന്നു. ആമേൻ. മൂന്നാമതായി, സിപ്പോറയുടെ രക്തമണവാളൻ എന്ന വാക്ക് പുതിയ നിയമസഭയ്ക്കുള്ള ഒരു പ്രവചനത്തിന് തുല്യമാണ്. എങ്ങനെയെന്നാൽ, മോശ പഴയ നിയമത്തിന്റെ നേതാവായിരുന്നു. ന്യായപ്രമാണം രക്തത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ യേശുക്രിസ്തു പുതിയ നിയമത്തിനായി രക്തം ചൊരിഞ്ഞ മണവാളൻ ആകുന്നു. സഭ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. നമ്മുടെ രക്ഷ ക്രിസ്തുയേശുവിന്റെ രക്തത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. ആയതിനാൽ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി സിപ്പോറയെ പോലെ ധൈര്യമായി യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ആശ്രയത്തിലും വിശ്വാസത്തിലും യേശു എന്ന നാമത്തിലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുടുംബവും വംശങ്ങളും ദൈവരാജ്യത്തിന് അവകാശികളായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആമേൻ, ആമേൻ.